ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. മേയറായി വി രാജേഷ് ചുമതലയേൽക്കുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങടക്കം വീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വലിയ ആഘോഷത്തിമിർപ്പിൽ തന്നെയാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ബിജെപിക്ക് പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രത്തിലേക്ക് എത്താൻ പറ്റുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്നത് തന്നെയാണ്. ബിജെപി വലിയ തോതിൽ, അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റം നടത്തണം എന്നൊക്കെ ഉള്ള കണക്കുകൂട്ടലിൽ ആണ് ബിജെപി പ്രവർത്തിക്കുന്നത്. എങ്കിലും നേമത്ത് മാത്രമാണ് ഇതുവരെയും നിയമസഭയിലേക്ക് ഒരാളെ നേമത്ത് നിന്ന് മാത്രമാണ് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ലോക്സഭയിലാകട്ടെ തൃശ്ശൂരിൽ നിന്ന് ഒരു MP ഉണ്ടാകുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. കടകംപള്ളി സുരേന്ദ്രനെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വി രാജേഷ് ആണ് ഇനി തിരുവനന്തപുരം കോർപ്പറേഷനെ നയിക്കാൻ പോകുന്നത്. പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പൂവണിയുന്നത്. ഇപ്പോൾ വീണ്ടും അരുണിലേക്ക് തന്നെയാണ് പോകുന്നത്. അരുൺ, വോട്ടെടുപ്പ് പൂർത്തിയായോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. 1 മുതൽ വാർഡ് നമ്പർ 1 മുതലാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വാർഡ് നമ്പർ 1 മുതലാണ്. അത് 100 വാർഡുകൾ, 101 വാർഡിൽ ഒരു വോട്ടെടുപ്പ് നടക്കാറുണ്ട്. അങ്ങനെ 100 വാർഡുകളിലെ കൌൺസിലർമാർക്കും വോട്ട് ചെയ്യണം. ഏതാണ്ട് സമയം കുറച്ചുകൂടി എടുക്കാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷമാകും കൌണ്ടിംഗ് ഉള്ളത്. വളരെ കൃത്യമായ നടപടിക്രമങ്ങളാണ്. അതിൽ പിഴവ് വരാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ 4 വാർഡുകളിലെ കൌൺസിലർമാർ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് 100 വാർഡുകൾ വരെ എത്തണം. ആ ഒരു കാലതാമസം ഉണ്ടാകും. അങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറെങ്കിലും വേണ്ടി വരണം. ഈ ഒരു വേഗക്കുറവാണെങ്കിൽ ആദ്യം ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വോട്ടെടുപ്പിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ജില്ലാ കളക്ടർ K. അനുകുമാരുടെ നേതൃത്വത്തിലാണ് വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. അതിനുശേഷമാകും കൌണ്ടിംഗിന് ശേഷം വിജയെ പ്രഖ്യാപിക്കും. ജില്ലാ കളക്ടർ വിജയെ പ്രഖ്യാപിക്കും. വിജയി പുതിയ മേയറായി ചുമതലയേറ്റെടുക്കും. വി രാജേഷ് ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായി ഏതാണ്ട് ഉച്ചയോട് 12 മണിയോടുകൂടി ചുമതലയേറ്റെടുക്കാനാണ് സാധ്യത. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി അധികാരം ഏൽക്കും. ഈ കൌൺസിൽ ഹാളിൽ വെച്ച് തന്നെ ഒരു ഫയൽ ഒപ്പിട്ട് അങ്ങനെയാണ് അതിനൊരു നടപടിക്രമങ്ങൾ ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം ഓഫീസിലേക്കും എത്തും. ഏതായാലും വലിയ ആഘോഷത്തോടുകൂടി, വലിയ ആവേശത്തോടുകൂടി ബിജെപി കാണുകയാണ് ഈ ചടങ്ങ്. ബിജെപിയുടെ പ്രധാന നേതാക്കളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. K. സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ, CK. പത്മനാഭൻ മുൻ അധ്യക്ഷൻ. ഒരുപക്ഷെ അവരുടെയൊക്കെ കാലത്ത്, CKPയുടെ കാലത്തൊക്കെ ബിജെപി അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞാൽ പോലും അത് വലിയ അത്ഭുതമായിരുന്നു. അവിടെ നിന്നാണ് ബിജെപി തിരുവനന്തപുരം നഗര ഭരണം പിടിക്കുന്നത്. കുമ്മനം രാജശേഖരൻ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. V. മുരളീധരൻ ഇവിടെ ഇതിനകം എത്തിച്ചേർന്നിട്ടില്ല എന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട മുൻ അധ്യക്ഷന്മാരൊക്കെ ഇവിടേക്ക് വരികയാണ്. കുമ്മനം പറഞ്ഞതുപോലെ അവരിതിനെ കാണുന്നത് സംസ്ഥാന ഭരണത്തിനുള്ള പടിവാതിലായാണ്, ചവിട്ടുപടിയായാണ്. ആ പടിവാതിൽ തുറക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ബിജെപി കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. അതാണ് അവർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ബിജെപി ഒരു ചരിത്രം കുറിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് തിരുവനന്തപുരം നഗരസഭ കടന്നുപോകുന്നത്. വലിയ സമരങ്ങൾ ആയിരുന്നു കഴിഞ്ഞ 10 വർഷവും ബിജെപിയുടെ തലസ്ഥാന നഗരത്തിലെ പ്രധാന സംഭാവന ഈ കൌൺസിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ആ സമരങ്ങൾക്കല്ല, അവർ സമരപക്ഷത്തായിരിക്കില്ല, പകരം അവർ ഭരണപക്ഷത്തായിരിക്കും എന്നുള്ളതാണ് മാറ്റമായി വരാൻ പോകുന്നത്. ഇത്രയും വർഷം തലസ്ഥാന നഗരം ഭരിച്ച CPM പ്രതിപക്ഷത്തേക്ക് മാറുന്നു. അവർക്ക് സ്വാഭാവികമായും സമരങ്ങളിലേക്ക് കടക്കേണ്ടി വരുമോ എന്നൊക്കെ കാലം മറുപടി പറയും. അവരുടെ കാലത്ത് വലിയ അഴിമതി ആരോപണങ്ങൾ ബിജെപി ഉയർത്തിയിരുന്നു. ഈ നഗരസഭാ കൌൺസിലിന്റെ അങ്കണം, നഗരസഭാ ആസ്ഥാന അങ്കണം, നഗരസഭാ കൌൺസിൽ ഹാളൊക്കെ വലിയ സമരങ്ങൾക്ക് വേദിയായതാണ്, വലിയ സംഘർഷങ്ങൾക്ക് വേദിയായതാണ്. അന്നൊക്കെ വലിയ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഏതു തരത്തിലാകും അന്വേഷണം പോവുക എന്ന് കൂടി ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും വലിയ ആവേശത്തോടുകൂടി, വലിയ പ്രതീക്ഷകളോടുകൂടി, ഭാവിയിലേക്കുള്ള വലിയ പ്രതീക്ഷകളോടുകൂടി ബിജെപി ഇവിടെ മേയർ സ്ഥാനാർത്ഥി, മേയർ എന്ന നഗരഭരണം സാരഥ്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. വി രാജേഷിന്റെ രാഷ്ട്രീയ കരിയർ നോക്കിയാൽ പോലും അത് കയറ്റിറക്കങ്ങളുള്ളതാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചതായിരുന്നു. കയറ്റിറക്കേണ്ട കരിയറായിരുന്നു. ഒരു തവണ അദ്ദേഹത്തെ നടപടിയെടുത്ത പാർട്ടിയിൽ നിന്ന് ABVP വന്നു. പിന്നീട് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി, ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി, പിന്നീട് കൌൺസിലറായി. ഇതിനിടയിൽ ഒരു തവണ ബിജെപി നടപടിയെടുത്ത് പുറത്താക്കിയിരുന്നു വി രാജേഷിനെ. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും ശക്തനായി തിരിച്ചു വരികയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ നഗര ഭരണം മാറിയ ശേഷം, അതിൽ ബിജെപിയുടെ അധികാര സമവാക്യങ്ങൾ മാറിയ ശേഷവും രാജേഷ് പിന്തള്ളപ്പെട്ടു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കൊല്ലം ജില്ലയുടെ ചുമതല നൽകി ഇവിടെ നിന്ന് തന്നെ നാടുകടത്താനുള്ള ശ്രമങ്ങൾ ബിജെപി നേതൃത്വം നടത്തിയതാണ്. അവിടെ നിന്നാണ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് തിരിച്ചു വരുന്നത്. അവിടെ നിന്നാണ് വി രാജേഷ് ഇപ്പോൾ ഈ ചരിത്ര നിയോഗത്തിലേക്ക് ബിജെപിയുടെ നിരവധി നേതാക്കൾ സ്വപ്നം കണ്ട, നിരവധി പ്രവർത്തകർ സ്വപ്നം കണ്ട വർഷങ്ങളായുള്ള ഒരു കാര്യത്തിലേക്ക്, അധികാരത്തിലേക്ക്, നഗരഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് ബിജെപി എത്തുന്നു. അതിനെ ആ നിയോഗം
എത്തിയിരിക്കുന്നത് വി വി രാജേഷിനാണ്. അത് രാജേഷിന്റെ കരിയറിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി വി വി രാജേഷ് മാറുകയാണ്. സംസ്ഥാനത്ത് തന്നെ ബിജെപിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമായി തന്നെ അവർ ഇതിനെ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നേതാക്കൾ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബിജെപി തലസ്ഥാന നഗരത്തിൽ ചരിത്രം കുറിക്കുകയാണ്. അത് ബിജെപിയിലെ നേതാക്കൾക്കും വി വി രാജേഷ് അടക്കമുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കും അതൊരു പുതിയ ഉണർവാകുമെന്ന് ഉറപ്പാണ്. ബിജെപി സംഘടനാ രംഗത്തും സംഘടനാ രീതിയിലും ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന അവസരമായി തന്നെ അവർ ഇതിനെ കാണും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കെ ആ വാതിൽ തുറക്കുന്നു, ഭരണത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ ബിജെപിക്ക് ശക്തി നൽകുന്ന, ധൈര്യം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തലസ്ഥാന നഗരത്തിലെങ്കിലും ഉണ്ടായത്. സംസ്ഥാനത്ത് മറ്റു ഭാഗങ്ങളിൽ അതിന്റെ അടുത്ത് നിമെത്താവുന്ന ഫലം ബിജെപിക്കില്ല. ആശിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ബിജെപി നിൽക്കുമ്പോൾ തലസ്ഥാന നഗരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കാര്യങ്ങൾ മാറിമറിയുന്നുവെന്ന പ്രതീക്ഷയാണ് ബിജെപി കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. അഭിലാഷ്. യെസ്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ബി ജെ പിക്ക് വലിയൊരു കാത്തിരിപ്പിനാണ് വിരാമമിടാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ തിരുവനന്തപുരം തന്നെ പിടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം വി വി രാജേഷ് മേയറായി ചുമതലയേൽക്കുന്നത് കാണാൻ ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കൊച്ചിയിൽ വലിയ മുന്നേറ്റം നടത്തിയത് UDF ആയിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് ആയിരുന്നു. 3 വനിതകൾ, പ്രധാനപ്പെട്ട 3 വനിതകളെ അടക്കം വിജയിപ്പിച്ചെടുക്കാൻ അവിടെ കോൺഗ്രസിന് സാധിച്ചു. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായി. കൊച്ചി മേയറെ തെരഞ്ഞെടുത്ത രീതിയിൽ പരിഭവമല്ല, പരാതിയാണുള്ളത് എന്ന് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. KPCC മാനദണ്ഡം പാലിക്കാതെയാണ് മേയറെ തീരുമാനിച്ചത്. അക്കാര്യത്തിൽ ആണ് തനിക്ക് പരാതിയുള്ളത്. ഇന്നത്തെ ദിവസം ജനങ്ങൾ തന്നെ വിജയത്തിന്റെ ദിവസമാണ് എന്നും ഒറ്റക്കെട്ടായി ഭരണത്തിലേറുകയാണ് എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. ആര് പറഞ്ഞു പരിപോണ്ടത്? ആരും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അല്ല, ഇല്ല, ഒരു പരാതിയല്ല. പരാതിയെന്നോ പരിഭവമെന്നോ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. KPCCയുടെ മാനദണ്ഡങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയത്തിന്റെ ദിവസമാണ്. കൊച്ചി നഗരസഭയിലേക്ക് UDF ഭരണത്തിലേറുന്ന ദിവസമാണ്. ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണിത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി, എല്ലാവരും ഉണ്ട്, ഘടകകക്ഷികളുണ്ട്, ഞങ്ങളുടെ കൌൺസിലേഴ്സ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി കൊച്ചി നഗരസഭയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യെസ്, ഡാനി ഇപ്പോഴാണ് ചേരുന്നത്. ഡാനി, എന്തായാലും ഒറ്റക്കെട്ടായി തന്നെ ഭരണം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം, ആദ്യത്തെ ഒരു ടേം, അതിനുശേഷം രണ്ടാമത്തെ ടേം എന്നൊക്കെ വിഭജിച്ചുകൊണ്ടാണ് ഇപ്പോൾ മേയറെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് അല്പസമയത്തിനകം പൂർത്തിയാകുമോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ അതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് പോകുന്നു. അത് ഇപ്പോൾ വോട്ടെടുപ്പ് 76 കൌൺസിൽ അംഗങ്ങൾ ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ്. മുഴുവൻ പേരും തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇനി ആര് മേയർ എന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു ചർച്ചകളിലേക്ക് നീങ്ങേണ്ടതില്ല. കാരണം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. UDFന് വളരെ കൃത്യമായ മേൽക്കൈയുള്ള ഒരിടം കൂടിയാണ്. അതുകൊണ്ട് 46 കൌൺസിലൊപ്പം തന്നെ ഒരു സ്വതന്ത്ര കൌൺസിലർ കൂടി, വി പി ചന്ദ്രൻ കൂടി